ഒരു രാത്രി മുഴുവൻ ഉറങ്ങിയതിന് ശേഷവും നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരം ഭാരമുള്ളതായി തോന്നുന്നതും മനസ്സ് മൂടൽമഞ്ഞുള്ളതായി തോന്നുന്നതും ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഊർജം അപ്രത്യക്ഷമാകുന്നതും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ സമ്മർദ്ദത്തെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ ജോലിയെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രായത്തെയും കുറ്റപ്പെടുത്തുന്നു. എന്നാൽ സത്യം വളരെ ആഴത്തിലുള്ള ഒന്നാണെങ്കിലോ, യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ ജീവിതമല്ലെങ്കിൽ, മറിച്ച് നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്മേലുള്ള നിയന്ത്രണമില്ലായ്മയാണെങ്കിലോ? നമസ്കാരം. മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യൻ അവയുടെ അടിമയായി മാറുന്നു എന്ന് ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു. ഇന്നത്തെ ആധുനിക ജീവിതം നോക്കൂ. ആളുകൾ വിശക്കുന്നത് കൊണ്ടല്ല ഭക്ഷണം കഴിക്കുന്നത്, വിരസത കൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവർ ചായ കുടിക്കുന്നത് ആവശ്യം കൊണ്ടല്ല, മറിച്ച് ശീലം കൊണ്ടാണ്. അവർ ദിവസം മുഴുവൻ ശരീരത്തിന് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കും, പക്ഷേ ഒരിക്കലും അതിന് വിശ്രമം നൽകുന്നില്ല. അതോടൊപ്പം എന്തുകൊണ്ടാണ് ബലഹീനതയും ക്ഷീണവും ഉന്മേഷക്കുറവും അനുഭവിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നു. സത്യം ലളിതമാണ്. നിങ്ങളുടെ ശരീരം ദുർബലമല്ല, അത് അമിതമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അത് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നതാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാറ് നന്നായി പരിപാലിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫോണിനെ സംരക്ഷിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്വന്തം ശരീരം, അതാണ് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വസ്തു. ഒരു ദയയും കൂടാതെ നിങ്ങൾ അതിൽ അമിതഭാരം ചുമത്തുന്നു. യഥാർത്ഥ വിശപ്പില്ലാതെ നിങ്ങൾ ഓരോ തവണയും ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തുടർച്ചയായ ജോലിക്ക് നിർബന്ധിക്കുകയാണ്. ദഹനത്തിന് വലിയ അളവിൽ ഊർജം ആവശ്യമാണ്. ശരീരം അതിനായി വളരെയധികം ഊർജം ചെലവഴിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇടവേള നൽകാതെ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് സ്വയം നന്നാക്കാനോ സ്വയം വൃത്തിയാക്കാനോ സ്വയം സുഖപ്പെടുത്താനോ ഒരിക്കലും സമയം ലഭിക്കില്ല. പതുക്കെ നിശബ്ദമായി ശരീരത്തിൽ പ്രശ്നങ്ങൾ വളരാൻ തുടങ്ങുന്നു. ബുദ്ധൻ ഒരു ശക്തമായ സത്യം പഠിപ്പിച്ചു. എന്തെങ്കിലും അമിതമായാൽ അത് കഷ്ടപ്പാടിലേക്ക് നയിക്കുന്നു. ഇന്ന് ആളുകൾ ഭക്ഷണത്തിൻ്റെ അഭാവം മൂലമല്ല, മറിച്ച് അതിൻ്റെ അമിതത മൂലമാണ് കഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സുഖപ്പെടുത്താനും നന്നാക്കാനും പുതുക്കാനും രൂപകൽപ്പന ചെയ്ത ഒരു ബുദ്ധിപരമായ സംവിധാനമുണ്ട്. എന്നാൽ നിങ്ങൾ അമിത ഭക്ഷണത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ മാത്രമേ അത് ശരിയായി പ്രവർത്തിക്കൂ. നിങ്ങൾ നിരന്തരം ഭക്ഷണം കഴിക്കുന്നത് നിർത്തുമ്പോൾ ഒടുവിൽ നിങ്ങളുടെ ശരീരത്തിന് സ്വയം ശരിയാക്കാനുള്ള ഇടം ലഭിക്കുന്നു. പുരാതന പാരമ്പര്യങ്ങൾ ഉപവാസത്തെ വിലമതിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഉപവാസം ഒരു ശിക്ഷയായിട്ടല്ല, മറിച്ച് ശക്തിയായി കാണുന്നു. നിങ്ങളുടെ ശരീരത്തിന് നിരന്തരമായ ദഹനത്തിൽ നിന്ന് ഒരു ഇടവേള നൽകുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു മോഡിലേക്ക് മാറുന്നു. നന്നാക്കൽ, ശുദ്ധീകരണം, പുതുക്കൽ എന്നിവയുടെ ഒരു സ്വയം ശുദ്ധീകരണ മോഡിലേക്ക് ശരീരം മാറുന്നു. ഇത് വെറും ശാരീരിക ശക്തിയല്ല, മാനസിക ശക്തിയാണ്. കാരണം യഥാർത്ഥ യുദ്ധം നിങ്ങളുടെ വയറ്റിലല്ല, അത് നിങ്ങളുടെ മനസ്സിലാണ്. അപ്പോൾ ഇതാ ഒരു ലളിതമായ വെല്ലുവിളി. ഒരു ദിവസം തിരഞ്ഞെടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. തലേന്ന് രാത്രിയിൽ ലഘുവായ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങുക. പിറ്റേന്ന് രാവിലെ അതിരാവിലെ ഉണരുക. പതുക്കെ വെള്ളം കുടിക്കുക. എന്നിട്ട് മിക്ക ആളുകൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. വിശപ്പ് വരുമ്പോൾ അത് നിരീക്ഷിക്കുക. ഉടനടി പ്രതികരിക്കരുത്.
യഥാർത്ഥ വിശപ്പും മനസ്സു പഠിച്ചു വെച്ച ശീലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ദിവസം മുഴുവൻ നിങ്ങളുടെ ഭക്ഷണം പഴങ്ങൾ, വെള്ളം, ലളിതമായ പോഷകാഹാരങ്ങൾ കൊണ്ട് ലഘുവായി ക്രമീകരിക്കുക. ചായ, കാപ്പി തുടങ്ങിയ ഉത്തേജക വസ്തുക്കൾ ഒഴിവാക്കുക. കാരണം ഇത് ഭക്ഷണത്തെക്കുറിച്ചുള്ള ക്രമീകരണം മാത്രമല്ല, ഇത് അച്ചടക്കത്തെക്കുറിച്ചുകൂടെയാണ്. ഉച്ചയോടെ നിങ്ങളുടെ മനസ്സ് തന്ത്രങ്ങൾ പയറ്റാൻ തുടങ്ങും. അത് നിങ്ങളുടെ തീരുമാനത്തെ തകർക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കും. അവിടെയാണ് നിങ്ങളുടെ ശക്തി പരീക്ഷിക്കപ്പെടുന്നത്. ആ നിമിഷത്തിലാണ് ചാണക്യൻ്റെ ജ്ഞാനം യാഥാർത്ഥ്യമാകുന്നത്. അച്ചടക്കം എന്നാൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത് എന്നിവ തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങൾ ശക്തമായി തുടരുകയാണെങ്കിൽ ശക്തമായ എന്തെങ്കിലും സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരം ഭാരം കുറഞ്ഞതായി തോന്നുന്നു. നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യക്തമാകും. നിങ്ങളുടെ ഊർജം സ്ഥിരതയുള്ളതായിത്തീരുന്നു. വൈകുന്നേരത്തോടെ ലളിതമായ എന്തെങ്കിലും കഴിക്കുക, നേരത്തെ ഉറങ്ങുക. ആ രാത്രി നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അതിൻ്റെ യഥാർത്ഥ ജോലി ആരംഭിക്കുന്നു. നന്നാക്കൽ, ശുദ്ധീകരണം, ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെ പുനർനിർമ്മാണം ഇവയെല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നു. പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടും. നിങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലും ഒരു വ്യക്തത, ഒരു നിയന്ത്രണ ബോധം. അതാണ് യഥാർത്ഥ പരിവർത്തനം. ശരീരം ഭാരം കുറയ്ക്കലല്ല, ഡീടോക്സ് അല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കുക. കാരണം ശരീരത്തെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ മനസ്സിനെ നിയന്ത്രിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ഇത് അവഗണിക്കരുത്, ഇത് വൈകിപ്പിക്കരുത്. ഒരു ദിവസം തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ അച്ചടക്കം പരീക്ഷിക്കുക. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശത്രുവല്ല, അത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്താണ്. അതിനെ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുക, അതിന് വിശ്രമം നൽകുക, നിയന്ത്രണം ഏറ്റെടുക്കുക. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.